ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഭാഗവതം സെറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പുരാണ കഥകൾ ചിത്രീകരിച്ച സെറ്റാണ് ഭാഗവതം സെറ്റ്. ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അകത്തേക്ക് കയറി പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ ഇടനാഴികയിൽ കാണാം. രാമായണം, മഹാഭാരതം, TV സീരിയലുകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. 1996 ഭാഗവതം സെറ്റ് നിർമ്മിച്ചത്. രാമോജി ഫിലിം സിറ്റിയുടെ തുടക്കത്തിൽ തന്നെ ഈ സെറ്റ് ഉണ്ടായിരുന്നു. 2 വർഷമെടുത്തു ഈ സെറ്റ് നിർമ്മിക്കുവാൻ. ഇവിടെ ചിത്രീകരിച്ച സിനിമയുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എഞ്ചിനീയർമാരും കരകൗശല ശില്പികളും ഉൾപ്പെടെ 400 പേരുടെ ശ്രമഫലമാണ് ഇത്. ഇത് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ. മധ്യഭാഗത്ത് സിംഹാസനത്തിന് രാജാവ് ഉപവിഷ്ടനായിരിക്കുന്നു. ഇരുവശത്തുമായി മന്ത്രിമാരുമുണ്ട്. ഇവിടെ രാജസദസ്സ് നടക്കുകയാണെന്ന് കരുതാം. ഷൂട്ടിംഗ് സമയത്ത് ഈ പ്രതിമകളുടെ സ്ഥാനത്ത് അഭിനയിക്കുന്നവരായിരിക്കും ഇരിക്കുക. ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച സ്തംഭങ്ങൾ. 2011 പുറത്തിറങ്ങിയ ശ്രീരാമരാജ്യം എന്ന സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത്. രാമനായി ബാലകൃഷ്ണയും സീതയായി നയൻതാരയും അഭിനയിച്ചു. 1963 നിർമ്മിച്ച ലവകുശ എന്ന സിനിമയുടെ റീമേക്കായിരുന്നു ശ്രീരാമരാജ്യം. ലവകുശയിൽ ബാലകൃഷ്ണയുടെ പിതാവായ NT രാമറാവു ആയിരുന്നു ശ്രീരാമനായി അഭിനയിച്ചത്. ഇത് സെറ്റിൻ്റെ മറ്റൊരു ഭാഗം. പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന രാജസദസ്സ്, ഗംഭീരമായൊരു കൊട്ടാര ഭാഗം. ഹാളിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ്. ഇത് ക്യാമറയിൽ വരില്ല. ലൈറ്റുകളും മറ്റും ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതോ സ്വപ്ന ലോകത്തെത്തിയതുപോലെ തോന്നും. രാമോജി ഫിലിം സിറ്റിയിലെ ബാഹുബലി സെറ്റും ഈ ഭാഗവതം സെറ്റും സന്ദർശിക്കുന്നവർക്ക് സിനിമാ സെറ്റിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടും. ഒരു സിനിമാ സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്: കഥയും കഥ നടക്കുന്ന കാലഘട്ടവും. ഇത്രയും പണം മുടക്കി ഒരു സിനിമയ്ക്ക് സെറ്റ് ഇടേണ്ടതുണ്ടോ? സെറ്റിലൂടെ പ്രേക്ഷകരെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. കഥയുമായി ഇഴുകിച്ചേരുന്ന വിധത്തിലായിരിക്കും സെറ്റുകളുടെ നിർമ്മാണം. ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിലേക്കാണ് ആളുകളെ കൊണ്ടുപോകേണ്ടത്. സമ്പന്നമായ ഒരു പുരാതന കാലമെന്ന് പറയാതെ പറയുന്ന സെറ്റാണ് ഭാഗവതം സെറ്റ്. അടുത്തത് ബാഹുബലി സെറ്റാണ്. ഇനി പോകുന്നത് അങ്ങോട്ടാണ്.